എല്ലാവരും ചെയ്തോ? അസൈൻമെന്റ്സ് എല്ലാവരും ചെയ്യണേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. സോ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ സെക്ഷനിൽ you have two, part A and part B sections are there. Part B, they will be asking more creative type questions, application, practical level questions. ആയിരിക്കും ചോദിക്കുക. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ആദ്യം ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി യു ഷുഡ് പ്രാക്ടീസ് ദാറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. എന്ന് വെച്ചാൽ നിങ്ങളോട് ഡയറക്റ്റ് ഇപ്പം ഞാൻ പറയുന്ന ക്ലാസ് എടുക്കുന്ന സംഭവങ്ങളോ ഡെഫിനേഷൻസോ എല്ലാം കൂടുതലായിട്ട് ചോദിക്കുക. അങ്ങനത്തെ ചോദിക്കും, കുറച്ച് ചോദിക്കും. പാർട്ട് എ സെക്ഷനിൽ യു ക്യാൻ സി, നിങ്ങളുടെ സിലബസ് ഒന്ന് നോക്കും, അതിനകത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇൻ പാർട്സ് എ സെക്ഷൻ യു ക്യാൻ ഹാവ് സച്ച് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ആൻസർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാം. പക്ഷേ ഇൻ പാർട്ട് ബി സെക്ഷൻ എന്തായിരിക്കും കൂടുതലും നമ്മളോട് ചോദിക്കുന്നത് ഇങ്ങനെ ഈ രീതിയിലുള്ള ഡിസൈനിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങളുടെ മൊഡ്യൂൾ വൈസ് കോൺസെപ്റ്റ്സ് വെച്ചിട്ടുള്ള ഡിസൈനിങ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഐഡിയ ഉണ്ടാവുക, ആ ഐഡിയയിൽ വേണം അതൊക്കെ എഴുതാൻ വേണ്ടി. അപ്പോൾ അതിപ്പോഴേ നിങ്ങളൊന്ന് നോക്കുക. അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് എല്ലാം എനിക്ക് തോന്നുന്നു അനുശ്രീ മാത്രമേ അത് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ തോന്നുന്നു. ആൻഡ് ഓൾ ആർ റിമൈനിങ്. ഓക്കെ. ബാക്കി എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി പെട്ടെന്ന് തന്നെ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്തിട്ട് വെക്കുക. ഓക്കെ. അപ്പോൾ ആ രീതിയിലുള്ള നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടേക്ക് ഡിസ്കസ് ചെയ്യാം. കൂടുതൽ അങ്ങോട്ടേക്ക് എങ്ങനെയാണ് അത് എഴുതുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പം അത് ചെയ്തു നോക്കാം. ഓക്കെ അല്ലേ? കേൾക്കുന്നില്ല പറയുന്ന? കേൾക്കുന്നില്ല? അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ എല്ലാവരും അപ്ലോഡ് ചെയ്യാം ക്വസ്റ്റ്യൻസ്. ഓക്കെ. Okay, so we have been discussing design thinking process. Okay. So what are the major steps? You already explained a lot of design steps, design thinking steps. What are they? എന്തൊക്കെയായിരുന്നു? empathize അല്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഐഡിയേറ്റ്, ഡിഫൈൻ, ഐഡിയേറ്റ്, പിന്നെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ലാസ്റ്റ് നമ്മൾ we came into the first, that is prototype. Okay. What do you mean by prototype? Prototype is an experimental phase. We already considered, and we split two approaches in prototyping. What are the low fidelity prototyping and high fidelity prototyping? Okay. So, and we also discussed what are the advantages and disadvantages of low fidelity and high fidelity prototyping. Okay. Next, we are going to discuss test. Okay, the final stage of our design process, I mean design thinking process, that is test. So what do you mean by test? As that name indicates, this is the final stage of five-stage model. But actually it is an iterative process. The results generated during the test phase are often used to redefine one or more problems and inform the understanding of users, the condition of user, how people think, behave and feel, and to empathize. So test എന്ന് പറഞ്ഞാൽ generally what that name indicates, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു, നമ്മളൊന്ന് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക അല്ലേ. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻസ് ആണ് ഇവിടെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതിലെന്തായിരിക്കും നമ്മൾ ഡെവലപ്പ് ചെയ്ത പ്രോട്ടോടൈപ്സ്, വിൽ ടെസ്റ്റ് ദോസ് പ്രോട്ടോടൈപ്സ്. ഓക്കെ. അപ്പോൾ ഇതൊരു ഐട്രേറ്റീവ് ആണെന്നോ. ഐട്രേറ്റീവ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ ഒരിക്കൽ ടെസ്റ്റ് ചെയ്തു, if we are not satisfied, if we are not getting the appropriate result or designed result, we have to do it again. ഒരുപാട് പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടി വരും അല്ലെ, ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ sometimes we can return to previous stages to make further iterations, alterations, refinement. ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വീണ്ടും പിന്നിലേക്ക് പോകേണ്ടി വരും, ബാക്ക്വേർഡ്, മുമ്പിലുള്ള പ്രോസസ്സ് പോകേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുക, സ്ലൈഡ്സ് നോക്കുക. alterations and refinements are made in order to roll out of problem solution and derive as deep as understanding of the product and its users as possible.
അപ്പോൾ നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റ് കുറച്ചും കൂടി നന്നായിട്ട് കണ്ടുപിടിക്കാനും പ്രോബ്ലം കുറച്ചും സൊല്യൂഷൻസ് കുറച്ചും കൂടി റിഫൈൻ ചെയ്യാനും വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ വരും, കുറച്ച് ഡീപ്പായിട്ട് ഇത് ചെയ്യേണ്ടി വരും. സംടൈംസ് യു ഹാവ് ടു ഗോ ബാക്ക് ടു അവർ പ്രീവിയസ് സ്റ്റെപ്സ് ടു മേക്ക് alterations, iterations and refinements. ഓക്കെ, ഇനി നെക്സ്റ്റ് ടെസ്റ്റിൽ ട്രൈ യുവർ സൊല്യൂഷൻസ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് ശരിക്കും ആക്ച്വലി ചാൻസ് ടു ഗ്യാദർ ഫീഡ്ബാക്ക്, റിഫൈൻ സൊല്യൂഷൻസ് ആൻഡ് കണ്ടിന്യൂ ടു ലേൺ അബൌട്ട് യുവർ യൂസേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താ നമ്മൾ ചെയ്യുന്നത്, ആക്ച്വലി നമ്മൾ വീണ്ടും യൂസേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റഡി ചെയ്യുന്നു അല്ലേ. യൂസേഴ്സിന് അത് അപ്രോപ്രിയേറ്റ് ആണോ, അല്ലെങ്കിൽ ആ സൊല്യൂഷൻസ് നമുക്ക് നമ്മൾ മുമ്പ് പറഞ്ഞ എന്താ പറയുക കാര്യങ്ങളിലേക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, വാട്ട് ആർ അവർ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, വി ഹാവ് ടു കൺസിഡർ വാട്ട് ആർ അവർ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇഫ് ദ റിസൾട്ട്സ് ആർ മീറ്റിംഗ് ദോസ് ഒബ്ജക്റ്റീവ്സ് അല്ലേ, റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ഇവിടെ ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി test mode is an iterative mode in which you place low resolution prototypes in the appropriate context of your user's life. Prototype as if you know you are right, but test as if you are wrong. Okay, so prototype എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോട്ടോടൈപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ശരിയാണെന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോട്ടോടൈപ്പ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ ടെസ്റ്റ് ചെയ്യുമ്പോഴെപ്പോഴാണ് നമുക്കൊരു അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി പ്രോട്ടോടൈപ്പ് as if you know you are right, as if you know ആണെന്ന് ഒരു ഡൗട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ടെസ്റ്റ് വിത്ത് യൂസേഴ്സ് ആണ്. നമ്മുടെ യൂസേഴ്സുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയ യു ആർ ഗോയിങ് ടു ടെസ്റ്റ്. അപ്പം allows you to learn about the solution you created but also about the users. Okay, അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ you are going to learn about the solution, but at the same time you have to learn about the users. Okay, അപ്പോൾ നമ്മൾ റിക്വയർമെന്റ് നമ്മുടെ ഉണ്ടാക്കിയ സാധനം യൂസേഴ്സിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും കൂടി നമ്മളിവിടെ ലേൺ ചെയ്യുന്നുണ്ട്. അപ്പം ടെസ്റ്റിംഗ് സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്, ആക്ച്വലി യു ആർ ലേണിംഗ് ദ സൊല്യൂഷൻ ആസ് വെൽ ആസ് യു ആർ ലേണിംഗ് ദ യൂസേഴ്സ്. ഓക്കെ, ലെറ്റ് യുവർ യൂസർ എക്സ്പീരിയൻസ് പ്രോട്ടോടൈപ്പ്. അപ്പം യൂസറിന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് പ്രോട്ടോടൈപ്പ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കും. നമ്മൾ ചെയ്യുന്നതിന് പകരം നിങ്ങളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് ഉപയോഗിക്കേണ്ട ആൾക്ക് നിങ്ങൾ കൊടുക്കുന്നു. യു ആർ ഗിവിംഗ് ടു യുവർ യൂസർ ടു ടെസ്റ്റ്. ഓക്കെ, അപ്പം അവിടെ എന്താ നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ലെറ്റ് യുവർ യൂസർ എക്സ്പീരിയൻസ് പ്രോട്ടോടൈപ്പ്. അതായത് ഷോ ഡോണ്ട് ടെൽ, പുട്ട് യുവർ പ്രോട്ടോടൈപ്പ് ഇൻ ദ യൂസേഴ്സ് ഹാൻഡ്സ് ഓർ യൂസർ ഇൻ ദ പ്രോട്ടോടൈപ്പ് ആൻഡ് ഗിവ് ഓൺലി ദ ബേസിക് കോൺടാക്ട്സ് ദേ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ടു ഡു. അപ്പോൾ അത് കൊടുത്തിട്ട് അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് യൂസർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് എഫക്റ്റീവ് ആയിട്ട് മാറുന്നുണ്ടോ, അവരുടെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, have them talk through their experience. So use prompts, tell me what you are thinking as you do this. അതാണ് ആക്ച്വലി അവിടെ നടക്കുന്നത്. അപ്പം നമ്മൾ അത് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യും, യു ഹാവ് ടു നിങ്ങൾ പ്രോംപ്റ്റ് ചെയ്യുന്നത് എന്താണ്, ടെൽ മീ വാട്ട് യു ആർ തിങ്കിങ് ആസ് യു ഡു ദിസ്. നിങ്ങൾ ഇത് ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് യു ഹാവ് ടു ആക്റ്റീവ്ലി ഒബ്സർവ്, ഡോണ്ട് ഇമ്മീഡിയറ്റ്ലി കറക്റ്റ് യുവർ യൂസർ. നിങ്ങളിപ്പം ഒരു യൂസർ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെന്ന് നിങ്ങളോട് അവർ പറയുന്നു, അപ്പോൾ പെട്ടെന്ന് യൂസറിനെ നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ പാടില്ല. ഡോണ്ട് ഇമ്മീഡിയറ്റ്ലി കറക്റ്റ് യുവർ യൂസർ, വാച്ച് ഹൗ ദ യൂസ് ഓർ മിസ്യൂസ് യുവർ പ്രോട്ടോടൈപ്പ്. എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നതെന്ന് മിസ്യൂസ് ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഒബ്സർവ് ചെയ്യണം അല്ലേ. അതിനുശേഷം മാത്രമേ നമുക്ക് അതിനെ പറ്റിയിട്ടൊരു ഡിസിഷനിലേക്ക് എത്താൻ പറ്റും അല്ലെ, ഒരു റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് നിങ്ങളെ യൂസറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓരോ പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ട രീതി ഉണ്ടാവും അല്ലെ, ആ രീതിയിൽ തന്നെയാണോ യൂസർ യൂസ് ചെയ്യുന്നത് നോക്കുക. അപ്പം സംടൈംസ് അത് യൂസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയി മിസ്യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പം അത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒബ്സർവ് ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രശ്നം നോട്ട് ബി യൂസർ ഫ്രണ്ട്ലി, അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, അത് നോക്കി എന്ത് ചെയ്യണം, നമ്മൾ അത് യൂസർ കറക്റ്റ് ആണോ അത് ഒബ്സർവ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അതിലൊരു ഡിസിഷൻ ചെയ്യാം. പിന്നെ ഫോളോ അപ്പ് വിത്ത് ക്വസ്റ്റ്യൻസ്, ദിസ് ഈസ് ഓഫൺ ദ മോസ്റ്റ് വാല്യുബിൾ പാർട്ട്. ഓക്കെ, അപ്പം ഇവിടെ ഈ ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, യൂസറിന് എക്സ്പെരിമെന്റ് ചെയ്യണം. നമ്മളെ പ്രോട്ടോടൈപ്പ് യൂസർ എക്സ്പെരിമെന്റ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഫോളോ അപ്പ് അല്ലെ. നമ്മൾ ആ ക്വസ്റ്റ്യൻസ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു ഫീഡ്ബാക്ക് കിട്ടേണ്ടി വരും. എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്, എത്ര ഫ്രണ്ട്ലി ആണോ,
അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഓക്കെ, റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആണോ, ഓക്കെ, ഇന്ന ടൈമിനുള്ളിൽ നിങ്ങൾക്ക് സമയം പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് അത് പെട്ടെന്ന് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, പവർ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള ഒരുപാട്, അത് ഡിപ്പെൻഡിങ് ഓൺ യുവർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ യുവർ ആപ്ലിക്കേഷൻ, അതിനനുസരിച്ച് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഫോളോ അപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ടെസ്റ്റ് ഫീഡ്ബാക്ക് ക്യാപ്ചർ മെട്രിക്സ്. ഇപ്പോൾ റിയൽ ടൈം ക്യാപ്ചർ ഓഫ് ഫീഡ്ബാക്ക് ഓൺ പ്രസന്റേഷൻസ് ആൻഡ് പ്രോട്ടോടൈപ്സ്. അപ്പം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ക്യാപ്ചർ ഫീഡ്ബാക്ക് ഓൺ നമ്മൾ പ്രസന്റേഷനിലൂടെയും പ്രോട്ടോടൈപ്പിലൂടെയും ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, റിയൽ ടൈം ആ പെർട്ടിക്കുലർ ടൈമിൽ അല്ലെങ്കിൽ ലൈവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഫീഡ്ബാക്ക് നമ്മൾ ക്യാപ്ചർ ചെയ്യും. ഓക്കെ, arranges thoughts and ideas into 4 categories for easy assessment. നമ്മൾ 4 കാറ്റഗറി ആയിട്ട് മാറ്റും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് ക്യാപ്ചർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിൽ ഇൻ ദ മെട്രിക്സ് ആസ് യു ഗിവ് ഓർ റിസീവ് ഫീഡ്ബാക്ക്. ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. അപ്പോൾ ഫസ്റ്റ് 4 ഒരു കോളം അല്ലെങ്കിൽ 4 ക്വാഡ്രന്റ് ആക്കി നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് ഇൻഡിക്കേറ്റ്സ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആൻഡ് ദ സെക്കൻഡ് ക്വാഡ്രന്റ് ഇൻഡിക്കേറ്റ്സ് പ്ലേസ് തിങ്സ് ഓർ ലൈക്സ് ഓർ ഫൈൻസ് നോട്ടബിൾ. ഓക്കെ, തേർഡ് ക്വാഡ്രന്റിൽ ക്വസ്റ്റ്യൻസ് റൈസ്ഡ്, ഫോർത്ത് ക്വാഡ്രന്റ് ന്യൂ ഐഡിയാസ് സ്പേർഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ഫീഡ്ബാക്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്താ പറയുന്നത്, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് വെച്ചാൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ പ്രൊഡക്റ്റിന് എന്തെങ്കിലും രീതിയിൽ മോഡിഫൈ ചെയ്യാനോ ഇംപ്രൂവ് ചെയ്യാനോ രീതിയിലുള്ള ക്രിറ്റിസിസംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും ഫസ്റ്റ് ക്വാഡ്രന്റ് ആയിരിക്കും അത് ഇൻഡിക്കേറ്റ് ചെയ്യുക, ഫിൽ ചെയ്യേണ്ടത്. ഓക്കെ, സെക്കൻഡ് ക്വാഡ്രന്റിൽ എന്താ, പ്ലേസ് തിങ്സ് വൺ ലൈക്സ് ഓർ ഫൈൻസ് നോട്ടബിൾ. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിൽ വാട്ട് ഈസ് ദ മെയിൻ കീ തിങ്സ്, അല്ലെങ്കിൽ എന്താ പറയുക, ഏറ്റവും നമുക്ക് നോട്ടീസബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യും, നമ്മൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ ഇൻഡിക്കേറ്റ് ചെയ്യും. തേർഡ് ക്വാഡ്രന്റിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, തേർഡ് ക്വാഡ്രന്റിൽ ഇൻഡിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ തേർഡ് ക്വാഡ്രന്റിൽ ക്വസ്റ്റ്യൻസ് ഇടാം. ഫോർത്ത് ക്വാഡ്രന്റിൽ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് കൊണ്ട് നമുക്ക് കിട്ടുന്ന ന്യൂ ഐഡിയാസ് ഉണ്ടാവും. ആ ന്യൂ ഐഡിയാസ് എന്ത് ചെയ്യാം, ഫോർത്ത് ക്വാഡ്രന്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫിൽ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദ ഫീഡ്ബാക്ക് ക്യാപ്ചർ മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ ഫീഡ്ബാക്ക് ക്യാപ്ചർ മെട്രിക്സിൽ നമ്മൾ യൂസർ എക്സ്പീരിയൻസിന് ശേഷം നമ്മൾ എടുക്കുന്ന ഫീഡ്ബാക്ക് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെ ഫോളോ അപ്പ് പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫീഡ്ബാക്ക് ക്യാപ്ചർ മെട്രിക്സ് എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, അഞ്ജന ക്ലിയർ അല്ല പറയുന്നത്, കേൾക്കുന്നില്ല? നിങ്ങൾ ആക്ച്വലി ഇത് ഓരോന്ന് എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങളെ ഒരു കോൺസെപ്റ്റ്സ് എന്താണെന്ന് ഡെഫിനറ്റ്ലി യു ഹാവ് ടു റിയലൈസ്. അപ്പൊ അതിനുശേഷം നിങ്ങൾ കൂടുതലും എന്ത് ചെയ്യേണ്ട, ഡിസൈൻ പ്രോബ്ലംസ്, യു ഹാവ് ടു ഡു മോർ വിത്ത് ഡിസൈൻ പ്രോബ്ലംസ്, യു ഹാവ് ടു ഡിസ്കസ് മോർ ഡിസൈൻ പ്രോബ്ലംസ്. അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫീഡ്ബാക്ക് ക്യാപ്ചർ മെട്രിക്സ്. സോ ഇൻ ഫീഡ്ബാക്ക് ക്യാപ്ചർ മെട്രിക്സ് വി ഹാവ് ടു ഫിൽ these feedbacks for the first quadrant. That first quadrant indicates constructive criticism and the second quadrant indicates place things or likes or find notable. So you have to fill here notable things or notable solutions or notable ideas in second quadrant. For in the third quadrant you have to put questions. Okay, we have to fill questions from the feedback from our customer or user. In the fourth quadrant you can put forward new ideas. Okay, so this is the feedback capture matrix. After your user experiment or user experience, you have to collect these ideas, you have to collect these questions from, or you have to collect this feedback from this your user. Okay, so next is design thinking. So we have to define, or we have to get an outlook of design thinking. Overall, you should understand that these stages are different modes which contribute to the entire design project rather than sequential steps. So ഈ പ്രോസസ് എല്ലാം തന്നെ എന്താണ്, ആക്ച്വലി ദീസ് ആർ സീക്വൻഷ്യൽ അല്ല. ഈ പറയുന്ന ഐഡിയേറ്റ് ആയാലും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോട്ടോടൈപ്പിംഗ് ആയാലും ദീസ് സ്റ്റെപ്സ് ആർ നോട്ട് ഇൻ എ സീക്വൻഷ്യൽ വേ. ഓക്കെ, അപ്പോൾ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഏത് സ്റ്റേജിലാണെങ്കിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏത് സ്റ്റേജിലും ഡിസൈൻ പ്രോസസ്സിൽ അത് കോംപ്രമൈസ് ഉണ്ടാവും. ഓക്കെ, സോ യുവർ ഗോൾ ത്രൂ ഔട്ട് ഈസ് ടു ഗെയിൻ ദ ഡീപ്പസ്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് യൂസേഴ്സ് ആൻഡ് വാട്ട് ദെയർ ഐഡിയൽ സൊല്യൂഷൻ പ്രൊഡക്റ്റ് വുഡ് ബി. ഓക്കെ, സോ that will be the exact aim, that will be your exact goal. You have to check, you have to learn understanding, you have to learn our product as well as users. Okay, so by understanding users concepts and users experiment, you have to develop, you have to refine, or we have to enhance our products. Okay, that is the
major part of design thinking. Okay. Next is divergent thinking and convergent thinking. Okay. So what do you mean by design thinking in a team environment? So you can see that in divergent thinking, we are using imagination. Okay. So if you have a question, okay, you have to develop idea, different kinds of idea. Okay. This is also called creative or horizontal thinking. So that is called divergent thinking. So here your imagination is important. How to develop a solution, how to get the idea to solve that problem. So that is important. Okay. In the case of convergent thinking, you are thinking logically. This is also called vertical thinking. Okay. Or this is an analytical procedure or linear thinking. So here we are focusing on answer. Okay. So by the fact or we have to learn our limitations or what are the availability. Okay, what are the availability and conditions, you have to learn about that. Okay, by using that uh, solution, by using the facts, you have to develop an idea. So that is called convergent thinking. So here fact is important, but in the case of divergent thinking, imagination and formulating idea is more important. Okay. Okay. Next is design thinking in a team environment. Okay, how to design a product or how to design an idea as a team. Okay, members of a design thinking team need to be open-minded, curious, collaborative, and allow their assumptions to be challenged, ready for change, and be adaptable. Okay, so while work as a team, definitely that design thinking team need to be open-minded. Okay, and they should be curious. These are the main important facts. That is, they should be open-minded. They should be curious, and they have the mindset of collaboration, and they should allow their assumption to be challenged, ready for change. Okay, and the idea those they are creating should be adaptable. Okay, and cross-disciplinary teams will provide you the best result. Actually, contrast thinking members. Sometimes one people will formulate an idea in a different way. So that type of cross-disciplinary teams, contrast thinking teams will provide the best result. Okay. Next, teams may consist of people unfamiliar with each other. Okay, with the external members brought on board there either as specialists or facilitators facilitators depending on the availability of skill. അപ്പം നമ്മുടെ ടീമിൽ ഉണ്ടാകുന്നത് അൺഫെമിലിയർ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ രീതിയിലുള്ള സ്പെഷ്യലിസ്റ്റുകളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, ഫെസിലിറ്റേറ്റേഴ്സിനെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്കില്ലിന്റെ അവൈലബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. Next, to make a design thinking project successful, we need a T-shaped people. Okay, T-shaped people means T-shaped people will have a depth of knowledge and an experience in their own fields, but they can also reach out and connect with others horizontally and create meaningful collaborations. But T-shaped people എന്ന് വെച്ചാൽ a particular field they have much experience, but at the same time they can think. നമ്മുടെ അടുത്ത മറ്റുള്ള കൊളാബറേഷൻസ് ഒന്നും ചെയ്യാൻ പറ്റും. ഹൊറിസോണ്ടലി നമുക്ക് ചിന്തിച്ചുകൊണ്ട് ഹൊറിസോണ്ടലി മൂവ് ചെയ്തുകൊണ്ട് മീനിങ് കൊളാബറേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനാണ് ടി ഷേപ്ഡ് പീപ്പിൾ എന്ന് പറയുന്നത്. ടി ഷേപ്ഡ് പീപ്പിൾ ഹാവ് ഡെപ്ത് ഓഫ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ദിയർ ഓൺ ഫീൽഡ്, ബട്ട് ദേ ക്യാൻ ഓൾസോ റീച്ച് ഔട്ട് ആൻഡ് കണക്ട് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായിട്ടും ഐഡിയാസ് ഷെയർ ചെയ്യാനും കണക്ട് ചെയ്യാൻ പറ്റും. അതേസമയം അവരുടെ സബ്ജക്റ്റിൽ എന്തുണ്ടാവും, അത്രയും വെൽ നോളജിലായിരിക്കും പീപ്പിൾ ആയിരിക്കും ടി ഷേപ്ഡ് പീപ്പിൾ എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ടീം മെമ്പേഴ്സ് ആയിരിക്കും എന്ത് വേണ്ടത്, നമുക്ക് ഈ ഒരു ഡിസൈൻ തിങ്കിങ് ആസ് എ ടീം ആയിട്ട് നമുക്ക് വേണ്ടത്. ഓക്കെ, all team members should be encouraged to respect each other's inputs in order to discover deeper and to build upon each other's findings. അതായത് എല്ലാ ടീം മെമ്പേഴ്സും എന്തായിരിക്കണം,
അങ്ങോട്ടും ഇങ്ങോട്ടും എൻകറേജ് ചെയ്യുന്നവരായിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും എൻകറേജ് ചെയ്തിരിക്കണം, അവരുടെ ഐഡിയാസിനെ റെസ്പെക്ട് ചെയ്യണം അല്ലെ, അവരുടെ ഐഡിയാസിന് കറക്റ്റായിട്ട് ഇൻപുട്ടുകൾ, അവരുടെ ഇൻപുട്ടുകൾക്കൊക്കെ എന്തായിരിക്കണം, അതിനെ കൺസിഡർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ വി ക്യാൻ ഗെറ്റ് എ ബെറ്റർ ഒരു ഏറ്റവും എന്താ പറയുക എഫക്റ്റീവ് ആയിട്ടൊരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഡിസൈൻ തിങ്കിങ് ഇൻ എ ടീം എൻവയോൺമെന്റ്. ഓക്കെ, ക്ലിയർ ആവുന്നില്ല അശ്വിൻ? ക്ലിയർ അല്ലേ പറയുന്നത്? വൈഷ്ണവ്, റോഷ്നി, മനസ്സിലാവുന്നില്ലേ പറയുന്നല്ലോ? ആക്ച്വലി നമ്മളിപ്പോൾ ഒരു ഇതിൽ ടീം എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ യു ആർ ഗോയിങ് ടു ഡു എ പ്രോജക്ട്. നിങ്ങൾ കുറെ ആൾക്കാർ കൂടിയിട്ട് എന്തെങ്കിലും ഒരു ഡിവൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഡെഫിനറ്റ്ലി യു ഹാവ് ലോട്ട് ഓഫ് ഐഡിയാസ്. അപ്പോൾ അത് നമ്മൾ ഷെയർ ചെയ്യും. ഓരോരുത്തരുടെ ഐഡിയ എന്തായിരിക്കണം, നമ്മൾ അതിൻ്റെതായ രീതിയിൽ ആ ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലേ. അപ്പോൾ എല്ലാവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പല ഐഡിയാസ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്നുള്ള എല്ലാം ഒരു ബെസ്റ്റ് ഐഡിയ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ പല ഐഡിയാസും കൂടി എന്ത് ചെയ്യുന്നു, മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ പല ഐഡിയാസിനുള്ള പല കാര്യങ്ങളും നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഒരു പെർട്ടിക്കുലർ ഐഡിയ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതിനെയാണ് ഡിസൈൻ തിങ്കിങ് ഇൻ എ ടീം എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി some of the aims of design thinking's approach are to create. Okay, next, greater inclusiveness, quality of covering or dealing with a range of subjects areas. Okay, so better team cohesion. Okay, higher level of collaboration and interaction, increased creative confidence. Everyone thinks, feels and experiences things differently. Differences are what we need. Okay, അപ്പോൾ നമ്മളൊരു ഡിസൈൻ ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് തിങ്കിങ് അപ്രോച്ചിൽ നമുക്ക് വേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഗ്രേറ്റർ ഇൻക്ലൂസീവ്നെസ്, അതായത് ക്വാളിറ്റി ഓഫ് കവറിങ് ഓർ ഡീലിംഗ് വിത്ത് എ റേഞ്ച് ഓഫ് സബ്ജക്ട്സ്. അപ്പം അതായത് ഒരു വലിയ വൈഡ് ഏരിയയിലുള്ള സബ്ജക്ട്സിനെ പറ്റി നമ്മൾ പഠിച്ചുകൊണ്ട് നമ്മളതിനെ ഇൻക്ലൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക ഗ്രേറ്റർ ഇൻക്ലൂസീവ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ക്വാളിറ്റി ഓഫ് കവറിങ് ഓർ ഡീലിംഗ് വിത്ത് റേഞ്ച് ഓഫ് സബ്ജക്ട്സ് ഓർ ഏരിയസ്. ബെറ്റർ ടീം കൊഹീഷൻ, ഫാക്ട് ഓഫ് ഫോമിങ് എ യുണൈറ്റഡ് ഹോൾ. അതായത് ബെറ്റർ ടീം കൊഹീഷൻ എന്ന് പറഞ്ഞാൽ ടീമുകൾ തമ്മിൽ നമ്മൾ എന്തായിരിക്കണം, നല്ല രീതിയിലുള്ള ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കണം. ആ ഐഡിയാസ് കിട്ടുമ്പോൾ അത് ഷെയർ ചെയ്യാനും മറ്റുള്ളവരോട് ചോദിച്ചിട്ട് അതിനുള്ള ഫീഡ്ബാക്ക് എടുക്കാനും അത് നല്ല രീതിയിലുള്ള ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ അതാണ് അടുത്തതും പറയുന്നത്, എന്താണ്, ഹയർ ലെവൽ ഓഫ് കൊളാബറേഷൻ ഇൻട്രാക്ഷൻ, ഇൻക്രീസ്ഡ് ക്രിയേറ്റീവ്. അപ്പം അത് ചെയ്യുമ്പോഴെന്താ സംഭവിക്കുന്നത്, ആക്ച്വലി വി ഹാവ് ടു നമ്മുടെ ടീമിന്റെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും അല്ലേ. നമ്മുടെ ഐഡിയ ഫോർമുലേറ്റ് ചെയ്യുന്നതിന്റെ കോൺഫിഡൻസ്, നമുക്ക് എന്തായാലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. നെക്സ്റ്റ്, എവരിവൺ തിങ്സ്, ഫീൽസ് ആൻഡ് എക്സ്പീരിയൻസസ് തിങ്സ് ഡിഫറെന്റ്ലി. ഡിഫറൻസസ് ആർ വാട്ട് വി നീഡ്. അപ്പോൾ ഓരോരുത്തരും പല രീതിയിലായിരിക്കും ചിന്തിക്കുന്നുണ്ട്, പല ഐഡിയ ആയിരിക്കും അവരുടെ മനസ്സിലുണ്ടാകുന്നത് അല്ലേ. അപ്പം പല രീതിയിലുള്ള എക്സ്പീരിയൻസസ് ആയിരിക്കും ഉണ്ടാവും. അപ്പൊ ആ ഡിഫറൻസസ് ആണ് നമുക്ക് ആവശ്യം. ആ ഡൈവേഴ്സിറ്റി ആണ് ആക്ച്വലി ആസ് എ ഡിസൈൻ ടീം വാട്ട് വി നീഡ്. ഓക്കെ, അപ്പൊ അതാണ് അതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ വീണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഇതിൽ നമ്മൾ പറയേണ്ട ഒരു ടോപ്പിക്കാണ് ഞാനിപ്പോൾ നമ്മൾ കവർ ചെയ്തത്, ഡൈവേർജന്റ് തിങ്കിങ്ങും ആസ് വെൽ ആസ് കൺവേർജന്റ് തിങ്കിങ്ങും. ഇത് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്തായിരിക്കും ഡൈവേർജന്റ് തിങ്കിങ്ങും കൺവേർജന്റ് തിങ്കിങ്? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്താ വാട്ട് യു മീൻ ബൈ ഡൈവേർജന്റ് തിങ്കിങ്? നമ്മൾ അതിലെ ഇമാജിനേഷൻ ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ക്രിയേറ്റീവ് ഓർ ഹൊറിസോണ്ടൽ തിങ്കിങ് എന്ന് പറയും. അപ്പം നമ്മളവിടെ ചിന്തിക്കുന്നത്, ഇപ്പം നമ്മളവിടെ ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻറ്റ്. സോ വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? അതിനുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്താ പറയുക ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയും. അപ്പം വി ഹാവ് ടു ഫോർമുലേറ്റ് ഡിഫറെന്റ് ഐഡിയാസ്. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ ലോജിക്കൽ തിങ്കിങ്ങിന് പകരം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡിയ ആണ്. അപ്പം ഇന്നൊരു സൊല്യൂഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് ചെയ്യാനുള്ള ഐഡിയ. ഓക്കെ, അപ്പം നമുക്കത് പല രീതിയിലൊക്കെ പറയും. ഇപ്പം സപ്പോസ് ഇപ്പം നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ഒരു
ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നിങ്ങളോട് ഒരു വീൽ ചെയർ ഡിസൈൻ ചെയ്യാൻ പറയും. സപ്പോസ് യു ഹാവ് ടു ഡിസൈൻ എ വീൽ ചെയർ. അപ്പോൾ ആ വീൽ ചെയർ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, നമുക്ക് ഹൊറിസോണ്ടലി മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ വീൽ ചെയർ. ഇപ്പോൾ ഉള്ള പ്രസന്റ് വീൽ ചെയർ നമുക്ക് സ്റ്റെപ്പ് ക്ലൈംബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീൽ ചെയർ ഞാൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അപ്പം ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ വീൽ ചെയർ എന്ത് ചെയ്യണം, സ്റ്റെപ്പ് ക്ലൈംബ് ചെയ്യണം അല്ലെ, സ്റ്റെപ്പ് ക്ലൈംബ് ചെയ്യണം, അതുപോലെ തന്നെ ഹൊറിസോണ്ടലി അത് മൂവ് ചെയ്യണം, നമ്മുടെ ഫ്ലാറ്റ് സർഫസിൽ അത് മൂവ് ചെയ്യണം, സ്റ്റെപ്പ് വളരെ ഈസി ആയിട്ട് ക്ലൈംബ് ചെയ്യുകയും ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു സംഭവം നിങ്ങളോട് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇഫ് യു ആർ ഗോയിങ് ഫോർ എ ഡൈവേർജന്റ് തിങ്കിങ്, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ക്ലൈംബ് ചെയ്യുന്ന ഒരു വീൽ ചെയർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും അതെങ്ങനെ ഇതൊക്കെ ചേഞ്ച് ചെയ്യാം, എങ്ങനെയാണ് പിന്നെ നമുക്ക് ക്ലൈംബ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ ഓപ്പറേഷൻസ് അതിൽ ചേഞ്ച് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ആ ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചിന്തിക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയുക. അപ്പം ഹിയർ വി ആർ യൂസിങ് ഇമാജിനേഷൻ. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ഹൊറിസോണ്ടൽ തിങ്കിങ് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി, അവിടെ ക്രിയേറ്റിവിറ്റിക്കാണ് ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയായിരിക്കും അത് ചെയ്യുന്നത് ഒരു ആ ഒരു ഇലിസ്ട്രേഷൻ അല്ലെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനായിരിക്കും നമുക്ക് അവിടെ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് കൺവേർജന്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ലോജിക്കലി ചിന്തിക്കുക. നമ്മൾ ആ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആവണമെന്നില്ല, നമുക്ക് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. ബട്ട് ഹിയർ ഇൻ കൺവേർജന്റ് തിങ്കിങ് നമുക്ക് ആൻസർ ഉണ്ടാവും, എങ്ങനെയായിരിക്കും അത് ക്ലൈംബ് ചെയ്യുക, അതിനുള്ള മെക്കാനിസം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയ ശേഷം ലോജിക്കലി വി ഹാവ് ടു ക്രിയേറ്റ് ആൻ ഐഡിയ. അതായത് ആ ഫാക്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ആൻസർ കണ്ടുപിടിക്കണം. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്താ പറയുക കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുക. അപ്പോൾ അവിടെ അതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും, അതിന്റെ ആൻസർ. ഇപ്പൊ നിങ്ങൾ ക്ലൈംബ് ചെയ്യുന്ന ഒരു ചെയർ ആണ് നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ക്ലൈംബ് ചെയ്യുക എന്നുള്ളതിന്റെ സൊല്യൂഷൻ ഉണ്ടാവും. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ആ ഫാക്ടിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ആൻസർ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. സോ അതിനെ നമ്മൾ വേറെ രീതിയിലും പറയും ക്രിട്ടിക്കൽ അല്ലെങ്കിൽ വേർട്ടിക്കൽ തിങ്കിങ് എന്ന് പറയും. ഇപ്പൊ അനലിറ്റിക്കൽ തിങ്കിങ് അവിടെ നമ്മുടെ ആവശ്യം ഫാക്ട് ആണ് അതർ ദാൻ ഇമാജിനേഷൻ. ഓക്കെ, അത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്ന പ്രൊസീജിയർ നോക്കി. ഇത് ചോദിക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻസ്, കൺവേർജന്റ് തിങ്കിങ് എന്നാണ് ഡൈവേർജന്റ് തിങ്കിങ് എന്താണെന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യാം, ആൻസർ ചെയ്യാം കൃത്യമായിട്ട്. ഓക്കെ, ഓക്കെ. അപ്പം ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിച്ചത് നമുക്കൊന്നും കൂടി ഒന്ന് റീകോൾ ചെയ്യാം. അത് വെച്ചിട്ട് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ എന്താണ് വാട്ട് യു മീൻ ബൈ ഡിസൈൻ തിങ്കിങ് ആണ് നമ്മളിപ്പോൾ പഠിച്ചതല്ലേ. ഡിസൈൻ തിങ്കിങ്ങിൽ യൂഷ്വലി 5 പ്രോസസ്സ് ഉണ്ട്. 5 പ്രോസസ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, എംപത്തൈസ്, ഡിഫൈൻ, ഐഡിയേറ്റ്, പ്രോട്ടോടൈപ്പ്, ടെസ്റ്റ്, ഇങ്ങനെയുള്ള 5 പ്രോസസ്സാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അകത്ത് എംപത്തൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് എംപത്തൈസ് എന്ന് പറഞ്ഞാൽ. എന്താണ് എംപത്തൈസ്? ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡിസൈൻ തിങ്കിങ് പ്രോസസ്സാണ്. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ റിസർച്ച് ചെയ്യുന്നത് അല്ലേ. യു ഷുഡ് ഗെയിൻ ആൻ എംപത്തറ്റിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പ്രോബ്ലം യു ആർ ട്രൈങ് ടു സോൾവ്. നമുക്ക് കിട്ടിയ ഒരു പ്രോബ്ലത്തിന് നമ്മൾ പ്രാക്ടിക്കൽ ആസ്പെക്ട്സിൽ നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഹ്യൂമൻ സെൻറ്റേർഡ് ഡിസൈനാണ്. അപ്പം എങ്ങനെയാണ് അത് ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒബ്ജക്റ്റീവ് എങ്ങനെയാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു യൂസർ ഫ്രണ്ട്ലി ആകുന്ന സമയത്ത് യൂസർക്ക് എത്രത്തോളം അത് ഉപയോഗിക്കാൻ പറ്റും, അങ്ങനെ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നതിനാണ് എംപത്തൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ടൈം കൺസ്ട്രെയിൻസ്, നമ്മൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത ഇൻഫർമേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി വി ഷുഡ് ചെക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന എംപത്തൈസിന്റെ 3 സ്റ്റെപ്സുകൾ ഒബ്സർവ്, എൻഗേജ്, ഇമേഴ്സ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എംപത്തി മാപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ബൈയിങ് എ TV അതിൻ്റെ എംപത്തി മാപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള ഡിഫൈൻ ആണ്. ഓക്കെ, നമ്മളത് ആ സ്റ്റേജ് കഴിഞ്ഞ ശേഷം വി ഹാവ് ടു ഡിഫൈൻ അവർ പ്രോബ്ലം. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ പ്രോബ്ലം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഡിഫൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ അതിനെ അവതരിപ്പിക്കുന്നതിനാണ്, പ്രസന്റ് ചെയ്യുന്നതിനെയാണ് ഡിഫൈൻ എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും കൺസൈസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും, രീതിയിലായിരിക്കും നമ്മൾ എന്ത് പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഡിഫൈൻ ടൂൾസ് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് എങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, യൂസറിന്റെ ആവശ്യങ്ങൾ, നമ്മൾ യൂസറിന് ആർക്കാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. സിമിലർലി എന്താണ് അവരുടെ ആവശ്യം, ഒബ്ജക്റ്റീവ് നീഡ്സ് എന്താണെന്നുള്ളത് ഉണ്ടാവും, എന്തുകൊണ്ട്, എങ്ങനെയാണ് അത് അതിന്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ
ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് അതിൻ്റെ അകത്ത് പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ ഒരു ലാഡറിൻ്റെ കേസ് നമ്മൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, പിന്നെ ഉള്ളത് ഐഡിയേറ്റ് ആണ്. അപ്പം ഐഡിയേറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഐഡിയേറ്റ് എന്ന് വെച്ചാൽ വി ഹാവ് ടു ഫോർമുലേറ്റ് ഓർ വി ഹാവ് ടു ഡെവലപ്പ് ആൻ ഐഡിയ. നമ്മുടെ ഒരു സിമ്പിൾ ആയിട്ടൊരു ഐഡിയ ആണ്, സിമ്പിൾ അല്ല, എന്താണോ നമ്മുടെ ഒബ്ജക്റ്റീവ് അതിനനുസരിച്ച് നമ്മുടെ ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഐഡിയേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. വാട്ട് യു മീൻ ബൈ തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ്? നമ്മുടെ യൂഷ്വൽ വേയിൽ തിങ്ക് ചെയ്യുന്നതിന് പകരം, യൂഷ്വൽ വേയിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം യു ഹാവ് ടു തിങ്ക് ഡിഫറൻറ്റ്ലി. അതാണ് തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ്. അതിൽ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന പ്രൊസീജിയർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെന്താ സംഭവം? അതിൻ്റെ അകത്ത് കളക്റ്റീവ് പെർസ്പെക്റ്റീവ്സ് നമ്മൾ നോക്കും. ഒരു ടീമായിട്ടിരിക്കും നമ്മളിത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ എന്താണ് ആ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഐഡിയേറ്റ് എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ അതിൽ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള നമ്മൾ ചിന്തിക്കേണ്ടി വരും അല്ലെ. നമ്മൾ സാധാരണ കൺവെൻഷണൽ വേയിൽ നമ്മൾ ഐഡിയ ഫോർമുലേറ്റ് ചെയ്യുന്നതിന് പകരം ഡിഫറെൻ്റ് ആയിട്ടുള്ള വേയിൽ നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ? ബ്രെയിൻ റൈറ്റ്. ബ്രെയിൻ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയ ഐഡിയാസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്ന പ്രൊസീജിയറാണ് ബ്രെയിൻ റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓരോ ആൾക്കാർ ഇൻഡിവിജ്വൽ പാർട്ടിസിപ്പൻസിന്റെ ഐഡിയാസ് യു ഹാവ് ടു കളക്ട് അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യും? ആ പ്രോസസ്സ് നമ്മൾ എഴുതിയ ശേഷം അത് ഡിസ്കസ് ചെയ്യുകയും വീണ്ടും ആ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതിനെ നമ്മൾ മൈൻഡ് മാപ്പ് എന്ന് പറയും അല്ലേ. അപ്പോൾ അതിന്റെ ഒരാളുടെ ഐഡിയയും മറ്റൊരാളുടെ ബോഡിയും എങ്ങനെ ലിങ്ക് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് പ്രോട്ടോടൈപ്പ്. ഹൗ ടു, അതായത് ഇവിടെ നമ്മളൊരു നമ്മുടെ പ്രോബ്ലത്തിന് സൊല്യൂഷന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്ക് ഫോർമുലേറ്റ് ചെയ്ത ഐഡിയ വെച്ചിട്ട് വി ഹാവ് ടു ഡെവലപ്പ് എ പ്രോട്ടോടൈപ്പ്. അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിസ് ഈസ് എൻ എക്സ്പെരിമെന്റൽ ഫേസ് അല്ലേ. അപ്പം അത് ആക്ച്വലി പ്രോട്ടോടൈപ്പ് ഷുഡ് സാറ്റിസ്ഫൈ എന്താണ് യൂസേഴ്സിന്റെ ഒബ്ജക്റ്റീവ്, നമ്മുടെ റിക്വയർമെന്റിനെ 100% രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റിസൾട്ട് ആയിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് പ്രോട്ടോടൈപ്പിംഗ്. ഓക്കെ, അപ്പോൾ അതിൽ ലോ ഫിഡലിറ്റി പ്രോട്ടോടൈപ്പിംഗ് നമ്മൾ പറഞ്ഞിട്ടായിരുന്നു, അതുപോലെ തന്നെ ഹൈ ഫിഡലിറ്റി പ്രോട്ടോടൈപ്പും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നു ലോ ഫിഡലിറ്റി പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ? നമ്മൾ വളരെ സിമ്പിളായിട്ട് സ്കെച്ച് ചെയ്യുന്നത്, സ്റ്റോറി ബോർഡിങ് ചെയ്യുന്ന, മാനുവലി നമ്മൾ ചെയ്യുന്ന ചില സ്ക്രിപ്റ്റുകൾ ഉണ്ടാക്കുന്ന അല്ല, നമ്മൾ ഈ പിന്നെ സ്കെച്ചസ് ഉണ്ടാക്കുന്ന, ഇലിസ്ട്രേഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയറാണ് ലോ ഫിഡലിറ്റി പ്രോട്ടോടൈപ്പ്. അപ്പോൾ ആക്ച്വലി ലോ ഫിഡലിറ്റി പ്രോട്ടോടൈപ്പിംഗ് ഈസ് എ ഇനീഷ്യൽ സ്റ്റെപ്പ് ഇൻ പ്രോട്ടോടൈപ്പിംഗ് എന്നാണെങ്കിൽ പറയാം അക്കോർഡിംഗ് ടു അവർ ആപ്ലിക്കേഷൻ. ഇനി ഹൈ ഫിഡലിറ്റി പ്രോട്ടോടൈപ്പിംഗ് എന്ന് വെച്ചാൽ വി ആർ യൂസിങ് കോംപ്ലക്സ് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ഡിസൈൻ ടൂൾസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനാണ് ഹൈ ഫിഡലിറ്റി പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മളിപ്പം ചിലപ്പോൾ എന്തായിരിക്കാം, ഒരു മെറ്റാലിക് ഡിവൈസ് ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിന് മിമിക് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ മോഡൽ ചെയ്യുന്ന രീതിയിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ വെച്ചിട്ട്, അതാണ് ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, ഒരു പ്ലാസ്റ്റിക് മോഡൽ നമ്മളൊരു ചെയർ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയുക ഒരു വുഡൻ ബ്ലോക്കിനും ഉണ്ടാക്കുന്നതിന് പകരം അതേപോലെ നമ്മൾ അതിനൊരു ഡെമോ വേർഷൻ ഉണ്ടാക്കുന്നു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാം ആക്ച്വലി പ്രോട്ടോടൈപ്പിംഗ്. അപ്പോൾ ഹൈ ഫിഡലിറ്റി പ്രോട്ടോടൈപ്പിംഗ് എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ വി ആർ യൂസിങ് കോംപ്ലക്സ് സോഫിസ്റ്റിക്കേറ്റഡ് സോഫ്റ്റ്വെയർസ് ടൂൾസ് ഒക്കെ വെച്ച് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹൈ ഫിഡലിറ്റി പ്രോട്ടോടൈപ്പ് എന്ന് വെച്ചാൽ. അപ്പോൾ അതിന് നമ്മൾ ഈ പറയുന്ന പോലെ ഓട്ടോകാഡ്, അഡോബ് ഇല്ലുസ്ട്രേറ്റേഴ്സ്, ഹൈ സോഫ്റ്റ്വെയർസ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ലോ ഫിഡലിറ്റി പ്രോട്ടോടൈപ്പിംഗ് നമ്മൾ പേപ്പർ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ സിമ്പിളായിട്ട് സ്കെച്ച് ചെയ്യുന്ന, ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്ന രീതിയാണ് പേപ്പർ പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അവസാനത്തെ ഫൈനൽ സ്റ്റേജാണ്, അഞ്ചാമത്തെ സ്റ്റേജ് ആണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റ് ചെയ്യുന്നതിന് പുറമെ വി ആർ ഗോയിങ് ടു യൂസ് അവർ യൂസേഴ്സ് അല്ലേ. അപ്പോൾ അതിന് നമ്മുടെ കുറച്ച് യൂസേഴ്സിൻ്റെ ഈ കേസിൽ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള പീപ്പിളുടെ കേസിൽ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ അവരത് ടെസ്റ്റ് ചെയ്യും. അവർ ടെസ്റ്റ് ചെയ്തിട്ടുള്ള അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതൊരു ഐറ്ററേറ്റീവ് പ്രോസസ് ആയിരിക്കും. ഒരുപാട് പ്രാവശ്യം ഒരാളിലായിരിക്കില്ല, ഒരുപാട് പ്രാവശ്യം പല ടൈംസിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരും. അപ്പം എത്രത്തോളം അത് യൂസർ ഫ്രണ്ട്ലി ആണ്, യൂസർക്ക് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, they can meet their that product can meet that achievement, I mean that requirement. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ഫോളോ പ്രൊസീജിയർ ഫോം ചെയ്യണം. അപ്പോൾ ഫോളോ പ്രൊസീജിയറിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ആക്ച്വലി റിയൽ ടൈം ക്യാപ്ചർ ആണ് അല്ലേ. നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുന്ന പ്രോസസ്സിനെയാണ് ഫോളോ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പം ഫീഡ്ബാക്കിന് നമ്മൾ എന്ത് ചെയ്യും, ഫീഡ്ബാക്ക് ക്യാപ്ചർ മെട്രിക്സ് എന്ന് പറഞ്ഞ ക്ലാസ് പോയിട്ടുണ്ടോ.
അപ്പോൾ അതിന്റെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് വെച്ചാൽ എന്തൊക്കെ രീതിയിൽ മോഡിഫൈ ചെയ്യാം, ഓക്കെ, ആ പ്രൊഡക്റ്റിനെ ബിൽഡ് ചെയ്യാൻ കൂടുതൽ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ക്രിറ്റിസിസത്തിനാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ഹാവ് ടു ടേക്ക് അക്കൗണ്ട് ദോസ് ക്രിറ്റിസിസം ഫ്രം അവർ യൂസേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, അവരിൽ നിന്നുള്ള ക്രിറ്റിസിസം നോക്കിയിട്ട് അതിന് അവരുടെ സജഷൻസ് ആക്ച്വലി അത് ഇമ്പ്രൂവ് ചെയ്യാനും എൻഹാൻസ് ചെയ്യാനും റിഫൈൻ ചെയ്യാനുള്ള സജഷൻസ് നമ്മൾ അതിന് ചെക്ക് ചെയ്യുക. അത് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും നമ്മൾ എപ്പോഴും പ്ലേസ് ചെയ്യുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റിൽ നമ്മൾ എന്ത് ചെയ്യും, എന്താ ചെയ്യുന്നത്, അവരുടെ ആ പ്രൊഡക്റ്റിൽ അവർ നോട്ടീസ് ചെയ്ത ചില പർട്ടിക്കുലർ ഫീച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, സെക്കൻഡ് ക്വാഡ്രന്റിൽ നമ്മൾ നോട്ട് ചെയ്യും. ഓക്കെ, പിന്നെ ഉള്ളത് തേർഡ് ക്വാഡ്രന്റിൽ ക്വസ്റ്റ്യൻസ്, അവരുടെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, എന്തൊക്കെയായിരിക്കും അവരുടെ ഫീഡ്ബാക്ക്, എന്തൊക്കെ ഇതിന്റെ മോഡിഫിക്കേഷൻസ്, ഇങ്ങനെ വന്നാൽ ഇതിന്റെ ഡ്രോബാക്ക് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തേർഡ് ക്വാഡ്രന്റ് യൂസ് ചെയ്യും. ഫോർത്ത് ക്വാഡ്രന്റിൽ അവർക്ക് യൂസേഴ്സിന് പുട്ട് ഫോർവേഡ് ചെയ്യാൻ കഴിയുന്ന ന്യൂ ഐഡിയാസ് നമുക്ക് എന്ത് ചെയ്യാം, ഫോർത്ത് ക്വാഡ്രന്റിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ടെസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേജ്. അപ്പോൾ ഇത്രയും ചേരുന്നതാണ് എന്ത് ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വി ആർ ഗോയിങ് ടു ഡിസ്കസ് സം പ്രോബ്ലംസ്, പ്രാക്ടിക്കൽ പ്രോബ്ലം. അത് നമുക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പം മനസ്സിലായോ പറഞ്ഞത്? വൈഷ്ണവ് മനസ്സിലായോ? ആദിൽ ക്ലിയർ ആണോ പറയുന്നത്? നിങ്ങളവിടെ ഇല്ലേ? ഇപ്പൊ എന്തൊക്കെയാണ് 5 സ്റ്റേജസ് ആരെങ്കിലും ഒരാൾ പറഞ്ഞ ഡിസൈൻ തിങ്കിങ്ങില്? മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞ ആരെങ്കിലും? പേര് വിളിക്കണോ? എന്താണ് അനുശ്രീ 5 സ്റ്റേജസ് ഡിസൈൻ തിങ്കിങ് പ്രോസസ്സിൽ? കേൾക്കുന്നില്ലേ പറയുന്നത്? എംപതൈസ്, ഡിഫൈൻ, ഐഡിയേറ്റ്, പ്രോട്ടോടൈപ്പ്, ടെസ്റ്റ്. അപ്പൊ അത് ഓരോന്നും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾ പ്രൊസീജിയർ എന്താണ്, അതിൽ എന്താണെന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് നിങ്ങൾ ചിലതിന് എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം.